എല്ലാവർക്കും സ്വാഗതം. കോടിക്കണക്കിന് രൂപയുടെ വിദേശ നിക്ഷേപം നമ്മുടെ നാട്ടിലേക്ക് വരുന്നു. ഇത് കേൾക്കുമ്പോൾ നല്ല വാർത്തയായി തോന്നാം, അല്ലേ? പക്ഷേ ഇതിന്റെ പിന്നിൽ നമ്മുടെ എല്ലാവരുടെയും ആരോഗ്യത്തെയും ആശുപത്രികളെയും നേരിട്ട് ബാധിക്കുന്ന ഒരു വലിയ കളിയുടെ കഥയുണ്ട്. അതാണ് നമ്മളിന്ന് വിശദമായി നോക്കാൻ പോകുന്നത്. 1.5 ലക്ഷം കോടി രൂപ. ഇതൊരു ചെറിയ സംഖ്യയല്ല. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ കൊണ്ട് മാത്രം പ്രൈവറ്റ് ഇക്വിറ്റി കമ്പനികൾ നമ്മുടെ രാജ്യത്ത് ആശുപത്രികളിൽ ഒഴുക്കിയ പണമാണിത്. അപ്പോൾ നമുക്കിതിന്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം, അല്ലേ? അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, ഇത്രയും വലിയ നിക്ഷേപം നമ്മുടെ ആരോഗ്യമേഖലയ്ക്ക് നല്ലതല്ലേ? ഒറ്റനോട്ടത്തിൽ അതേന്ന് തോന്നും. കേരളം പോലൊരു സ്ഥലത്ത് ഒരുപാട് വികസനം വരും, പുതിയ ജോലികളുണ്ടാകും. പക്ഷേ നമ്മൾക്ക് ഈ വിവരങ്ങൾ തന്ന ന്യൂസ് 18 കേരളം പറയുന്നത് ഇതത്ര സിമ്പിൾ അല്ല, ഇതൊരു വലിയ ആഗോള കളിയുടെ ഭാഗമാണെന്നാണ്. അപ്പോൾ എന്താണ് ഈ ആഗോളതന്ത്രം? ശരിക്കും പറഞ്ഞാൽ ഇതൊരു 3 ഘട്ടങ്ങളുള്ളൊരു പ്ലാനാണ്. ഇത് വെറുമൊരു ബിസിനസ് ഡീലല്ല. പണ്ടത്തെ പോലെ പട്ടാളത്തെ അയച്ച് രാജ്യങ്ങൾ പിടിച്ചടക്കുന്നതിന് പകരം ഇന്ന് പണം ഉപയോഗിച്ച് സാമ്പത്തികമായി രാജ്യങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു പുതിയ തരം കൊളോണിയലിസമാണ് സോഴ്സ് ഇതിനെ കാണുന്നത്. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. ഈ പുതിയ തരം കൊളോണിയലിസത്തിനെയാണ് നമ്മൾ നവ കൊളോണിയലിസം എന്ന് വിളിക്കുന്നത്. അതായത് വലിയ സാമ്പത്തിക ശക്തികൾ കടം കൊടുത്തും സാമ്പത്തികമായി സമ്മർദ്ദം ചെലുത്തിയും അവസാനം സ്വകാര്യവൽക്കരണത്തിലൂടെയും ഒരു രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട മേഖലകളെ കൈപ്പിടിയിലൊതുക്കുന്നു. ഇതിനായി വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത ഒരു 3 സ്റ്റെപ്പ് ഫോർമുല ഉണ്ടെന്നാണ് സോഴ്സ് പറയുന്നത്. അപ്പോൾ ഇതാണ് ആ 3 ഘട്ടങ്ങളുള്ള പ്ലാൻ. സ്റ്റെപ്പ് 1, കടക്കെണി. IMF, വേൾഡ് ബാങ്ക് പോലെയുള്ള വലിയ സ്ഥാപനങ്ങൾ രാജ്യങ്ങൾക്ക് ലോൺ കൊടുക്കും. പക്ഷേ വെറുതെ കൊടുക്കില്ല, പകരം ചില നിബന്ധനകൾ വെക്കും. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സ്വകാര്യവൽക്കരണം. രണ്ടാമത്തെ സ്റ്റെപ്പ് ഈ സ്വകാര്യവൽക്കരണം തന്നെയാണ്. മാർക്കറ്റ് തുറന്നു കിട്ടുമ്പോൾ പ്രൈവറ്റ് ഇക്വിറ്റി കമ്പനികൾ വന്ന് നമ്മുടെ ആശുപത്രികൾ പോലെയുള്ള പൊതുസ്ഥാപനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കൂട്ടും. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് ലാഭം കൊയ്യൽ. ഇങ്ങനെ കിട്ടുന്ന ലാഭമെല്ലാം അവസാനം ചെന്നെത്തുന്നത് ലോകത്തിലെ വിരലിലെണ്ണാവുന്ന കുറച്ച് ഭീമൻ കമ്പനികളുടെ കയ്യിലേക്കാണ്. കണ്ടില്ലേ, ഒരു രാജ്യത്തിന്റെ കടത്തിൽ കുടുങ്ങി സ്വകാര്യ വ്യക്തികളുടെ ലാഭത്തിൽ അവസാനിക്കുന്ന ഒരു കൃത്യമായ റൂട്ട്. അപ്പോ ആരാണിതിന് പിന്നിലെ പ്രധാനികൾ? ഇനി നമുക്ക് ഇതിനു പിന്നിലെ ആ ശക്തരായ കളിക്കാരെ ഒന്ന് പരിചയപ്പെടാം. ഈ പണമൊക്കെ എവിടെ നിന്ന് വരുന്നു, ആരുടെ കയ്യിലേക്കാണ് പോകുന്നത് എന്നൊക്കെ നോക്കാം. നമ്മൾ കാണുന്ന ആശുപത്രികൾ, വാങ്ങുന്ന കമ്പനികളിൽ തുടങ്ങി ലോക സാമ്പത്തിക രംഗത്തിന്റെ ഏറ്റവും മുകളിലുള്ളവർ വരെ എത്തുന്ന ഒരു വലിയ ശൃംഖലയാണിത്. ഇതിലെ പ്രധാന കളിക്കാരെ 2 തട്ടായിട്ട് തിരിക്കാം. ഒന്ന്, നേരിട്ട് ആശുപത്രികൾ വാങ്ങാൻ വരുന്ന പ്രൈവറ്റ് ഇക്വിറ്റി സ്ഥാപനങ്ങൾ. ബ്ലാക്ക് സ്റ്റോൺ, KKR ഒക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. പക്ഷേ ഇവരല്ല യഥാർത്ഥ ഉടമകൾ. ഇവരുണ്ടാക്കുന്ന ലാഭം മുഴുവൻ പോകുന്നത് ബ്ലാക്ക് റോക്ക്, വാൻഗാർഡ് പോലെയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ അസറ്റ് മാനേജർമാരുടെ കയ്യിലേക്കാണ്. അവരാണ് ഈ കളിയുടെ മുകളിലുള്ള യഥാർത്ഥ മുതലാളിമാർ. ശരി, അപ്പോൾ ഈ ബ്ലാക്ക് റോക്കിന്റെയും വാൻഗാർഡിന്റെയും ഒക്കെ ഉടമകൾ ആരാണ്? ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും കോംപ്ലിക്കേറ്റഡ് ആവുന്നത്. സാധാരണ ഒരാൾക്ക് ചിന്തിച്ചു പോലും കണ്ടുപിടിക്കാൻ പറ്റാത്തൊരവസ്ഥ. സോഴ്സ് ഇതിനെ വിളിക്കുന്നത് സർക്കുലർ ഓണർഷിപ്പ് എന്നാണ്, അതായത് വട്ടത്തിലുള്ള ഉടമസ്ഥാവകാശം. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ബ്ലാക്ക് റോക്കിലെ ഒരു പ്രധാന ഷെയർ ഹോൾഡർ വാൻഗാർഡാണ്. അതേസമയം ലോകത്തിലെ ഒട്ടുമിക്ക വലിയ കമ്പനികളിലും ഒരു പ്രധാന ഷെയർ ഹോൾഡർ ബ്ലാക്ക് റോക്കുമാണ്. ഇനി വാൻഗാർഡിന്റെ ഉടമസ്ഥാവകാശം നോക്കിയാലോ, അത് അവരുടെ തന്നെ കുറേ ഫണ്ടുകളുടെ കയ്യിലാണ്. ചുരുക്കി പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വട്ടം കറങ്ങുന്നതുപോലെയാണ് ഈ ഓണർഷിപ്പ്. അതുകൊണ്ടുതന്നെ ഇതിന്റെ അവസാനം പണം കിട്ടുന്നത് ആർക്കാണെന്ന് കണ്ടുപിടിക്കാൻ ഏതാണ്ട് അസാധ്യമാണ്. അതുകൊണ്ടാണ് ന്യൂസ് 18 കേരളം തന്നെ പറയുന്നത് യഥാർത്ഥ ഉടമകളെ കണ്ടെത്തുന്നത് മിക്കവാറും അസാധ്യമാണ് എന്ന്. അപ്പോൾ ഇത് യാദൃശ്ചികമായി സംഭവിക്കുന്ന ഒരു കോംപ്ലിക്കേഷൻ അല്ല, മറിച്ച് മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്ത ഒരു സങ്കീർണമായ ഘടനയാണെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇനി നമുക്ക് ഈ ആഗോള കാര്യങ്ങളൊക്കെ വിട്ട് നമ്മുടെ നാട്ടിലേക്ക് വരാം, കേരളത്തിലെ ആശുപത്രികളിലേക്ക്. ഈ വലിയ സാമ്പത്തിക കളികളൊക്കെ നമ്മൾ ദിവസവും പോകുന്ന, നമ്മൾ ആശ്രയിക്കുന്ന ആശുപത്രികളെ എങ്ങനെയാണ് നേരിട്ട് ബാധിക്കുന്നത്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇവിടെ നോക്കൂ, ബ്ലാക്ക് സ്റ്റോൺ എന്ന കമ്പനി കിംസ്, ആസ്റ്റർ മെഡ്സിറ്റി പോലുള്ള വലിയ ആശുപത്രി ശൃംഖലകളെ ഏറ്റെടുക്കുന്നു. KKR എന്ന കമ്പനി ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഏറ്റെടുക്കുന്നു. ഇതൊക്കെ നമുക്ക് വളരെ പരിചിതമായ പേരുകളാണ്, അല്ലേ? കഴിഞ്ഞ 2 വർഷം കൊണ്ട് മാത്രം 7000 കോടി രൂപയാണ് ഇവർ കേരളത്തിലെ ഈ ആശുപത്രികളെ നിയന്ത്രണത്തിലാക്കാൻ വേണ്ടി മുടക്കിയത്. അതും നമ്മുടെ കൺമുന്നിൽ നടന്ന കാര്യങ്ങൾ. അപ്പോ ഇതുകൊണ്ട് സാധാരണക്കാരായ നമുക്ക് എന്താണ് പ്രശ്നം? ഈ ആശുപത്രികളൊക്കെ ഒരുപക്ഷെ പുറമെ കാണാൻ കുറച്ചുകൂടി പ്രൊഫഷണലായിട്ടുണ്ടാകാം, സൗകര്യങ്ങൾ കൂടിയിട്ടുണ്ടാകാം. പക്ഷേ ഈ വിശകലനം നൽകുന്ന മുന്നറിയിപ്പ് വളരെ ഗൗരവമുള്ളതാണ്. ഈ ആശുപത്രികളുടെ പ്രധാന ലക്ഷ്യം പതിയെ സേവനത്തിൽ നിന്ന് മാറി ലാഭത്തിലേക്ക് മാത്രമായി ഒതുങ്ങുമെന്നതാണ് ആ മുന്നറിയിപ്പ്. ഇതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് വളരെ പരിചിതമായൊരു ഉദാഹരണമുണ്ട്. നമ്മുടെ KSRTC. പൊതുമേഖലയിലുള്ള KSRTC ആളില്ലാത്ത റൂട്ടിലും സർവീസ് നടത്തും, കാരണം അവരുടെ ലക്ഷ്യം സേവനമാണ്. പക്ഷെ സ്വകാര്യ ബസ്സുകളോ അവർ ലാഭമുള്ള റൂട്ടിൽ മാത്രമേ ഓടൂ.
ഇതേ തന്ത്രമാണ് ആരോഗ്യമേഖലയിലും വരുന്നത്. പൊതുസംവിധാനത്തെ പതിയെ ഇല്ലാതാക്കുക, എന്നിട്ട് ലാഭമുണ്ടാക്കാൻ പറ്റുന്ന ചികിത്സകൾ മാത്രം നൽകാനായി സ്വകാര്യ കമ്പനികൾ വരും. അവസാനം എന്ത് സംഭവിക്കും? സാധാരണക്കാർക്ക് ചികിത്സയ്ക്ക് ഭീമമായ വില കൊടുക്കേണ്ടി വരും. ഈ കളി ആശുപത്രികളിൽ മാത്രം ഒതുങ്ങുന്നില്ല. കാരണം ചികിത്സാ ചെലവ് കൂടുമ്പോൾ നമ്മളെല്ലാവരും എങ്ങോട്ട് പോവും? ഇൻഷുറൻസിലേക്ക്, അല്ലേ? അവിടെയാണ് അടുത്ത കെണി. ഇന്ത്യൻ ഇൻഷുറൻസ് മേഖലയിലെ വിദേശ നിക്ഷേപ പരിധി ഗവൺമെന്റ് 49% നിന്ന് 74% ഉയർത്തി. എന്നുവെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഇൻഷുറൻസ് കമ്പനികളുടെ നിയന്ത്രണവും വിദേശികളുടെ കയ്യിലായി. ഇതൊന്നും ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ലാട്ടോ. ഇതിന്റെ എല്ലാം തുടക്കം 2000-ലെടുത്ത ഒരു നയപരമായ തീരുമാനമാണ്. അന്ന് നമ്മുടെ ഗവൺമെന്റ് ആശുപത്രികളിൽ 100% വിദേശ നിക്ഷേപം അനുവദിച്ചു. അതിനുശേഷം വന്ന സർക്കാരുകളെല്ലാം ഈ നയം തുടർന്നു. ചിലർ അത് കൂടുതൽ വേഗത്തിലാക്കി. അതിന്റെ ഫലമാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ വ്യാപകമായ വിദേശ കോർപ്പറേറ്റ് നിയന്ത്രണം. അപ്പോൾ ഇതിന്റെ അവസാനം എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? നമ്മുടെ സോഴ്സ് പറയുന്നത് വളരെ വ്യക്തമാണ്. ആരോഗ്യം എന്നത് എല്ലാവരുടെയും ഒരു അവകാശം എന്ന നിലയിൽ നിന്ന് മാറി പണമുള്ളവന് മാത്രം വാങ്ങാൻ കഴിയുന്ന ഒരു കച്ചവട വസ്തുവായി മാറും. അമേരിക്കയിലും യൂറോപ്പിലുമൊക്കെ നമ്മൾ കാണുന്ന അതേ അവസ്ഥ. അതായത് നല്ല ചികിത്സ വേണമെങ്കിൽ നല്ല പണം കൊടുക്കണം. ശരി, ഇതെല്ലാം കേട്ട് പേടിച്ചിരിക്കുകയാണോ? ഈ വിശകലനം പ്രശ്നങ്ങൾ മാത്രം പറഞ്ഞു നിർത്തുന്നില്ല. ഈ കോർപ്പറേറ്റ് ഏറ്റെടുക്കലിനൊരു ബദൽ മാർഗം എന്താണെന്നും കൂടി അവർ പറയുന്നുണ്ട്. നമുക്കതെന്താണെന്ന് നോക്കാം. അവർ മുന്നോട്ട് വയ്ക്കുന്ന ബദൽ ഇതാണ്. ഒന്നാമതായി, നമ്മുടെ സമ്പദ്വ്യവസ്ഥയെ ഈ വിദേശ സ്വാധീനത്തിൽ നിന്ന് തിരികെ പിടിക്കുക. അതിനായി ആശുപത്രികൾ പോലുള്ള പ്രധാന മേഖലകളെ ദേശസാൽക്കരിക്കുക. നമ്മുടെയെല്ലാം സർക്കാർ ആശുപത്രികൾ പോലുള്ള പൊതുജനാരോഗ്യ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുക. പക്ഷേ ഇതൊക്കെ നടക്കണമെങ്കിൽ 2 കാര്യങ്ങൾ അത്യാവശ്യമാണ്. 1, ഇത് ചെയ്യാൻ ധൈര്യമുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വം. 2, ഇതിന്റെ എല്ലാം ആവശ്യകതയെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ നല്ല ബോധ്യം വേണം. അങ്ങനെ നമ്മൾ ഈ വിശകലനത്തിന്റെ അവസാനത്തെത്തുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരു വലിയ ചോദ്യം ബാക്കിയാവുന്നു. പൊതുജനങ്ങളായ നമുക്കും നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ ആരോഗ്യമേഖലയുടെ ഭാവിയെ മാറ്റിയെഴുതാൻ സാധിക്കുമോ? ആത്യന്തികമായി നമ്മുടെ ആരോഗ്യം ആര് നിയന്ത്രിക്കണം? ആ തീരുമാനത്തിൽ നമുക്കോരോരുത്തർക്കും എന്ത് പങ്കാണുള്ളത്? ഈ ചോദ്യങ്ങൾ നിങ്ങൾക്കായി വിട്ടുകൊണ്ടു നിർത്തുന്നു. ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി.